ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ തിരുനാളിന് ഒരുക്കമായ 6-ാം ദിവസമായ ഇന്ന് നമ്മൾ ഈശോയുടെ ഉപമയാണ് ശ്രമിച്ചത്. വിതക്കാരൻ്റെ ഉപമ. ഈ വിതക്കാരനെ കുറിച്ചും നിലത്തെക്കുറിച്ചും വിത്തിനെക്കുറിച്ചും എല്ലാം സൂചനയുണ്ട്. അവസാനം പറയുന്നത് ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ദൈവവചനമാകുന്ന വിത്ത് നല്ല നിലത്ത് വീഴുമ്പോൾ അത് പൂർണ്ണമായ ഫലം നൽകും. ഈ ലോകത്തിൽ ദൈവവചനമാകുന്ന വിത്ത് പൂർണ്ണമായ ഫലം നൽകിയത് പരിശുദ്ധ കന്യകാമറിയത്തിലാണ്. 100 മേനി ഫലം നൽകി പരിശുദ്ധ കന്യകാമറിയം. ഇവിടെ മാതാവിനെ അതുകൊണ്ട് വിളിക്കുന്നത്, നമ്മൾ എത്രയും നല്ല മാതാവ് എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. വിശുദ്ധ ബെർണാർഡ് ഓഫ് ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാർഡ്, ഓ മദർ ഓഫ് ദ വേർഡ് ഇൻകാർണേറ്റ്, അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം 1153 കാലം ചെയ്ത വിശുദ്ധനായിരുന്നു. ആ പ്രാർത്ഥന ഇപ്പോഴും നമ്മൾ ചെല്ലുന്നു. പരിശുദ്ധ കന്യകാമറിയം വചനത്തിന്റെ മാതാവാണ്. മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ബൈബിളിൽ മാതാവിനെ കുറിച്ച് പറയുന്ന പഠന ഭാഗമുണ്ട്. രണ്ടാമത്, മറിയത്തിൽ ബൈബിൾ തിരുവചനം എങ്ങനെ ഫലപ്രദമായി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ മറിയത്തിൽ, ബൈബിളിൽ മറിയം എവിടെയൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ ആദിമസഭ മനസ്സിലാക്കിയിരുന്നത് ബൈബിൾ തുറക്കുമ്പോഴേ അവിടെ മറിയത്തെ കാണാൻ സാധിക്കുമെന്നാണ്. ബൈബിൾ മുഴുവനും ഈശോ നിറഞ്ഞു നിൽക്കുന്നു, അതുപോലെ മാതാവും നിറഞ്ഞു നിൽക്കുന്നു. അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നുണ്ട്, ഇൻ ദി ഓൾഡ് ദ ന്യൂ ഈസ് കൺസീൽഡ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പുതിയത് മുഴുവനും മറഞ്ഞിരിക്കുന്നു. ഇൻ ദ ന്യൂ ഓൾഡ് ഈസ് റിവീൽഡ്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലുള്ളതെല്ലാം വെളിപ്പെടുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ എല്ലാം മറഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു വ്യാഖ്യാന രീതിയാണ് ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ, പ്രതിരൂപാത്മക വ്യാഖ്യാനം എന്ന് പറയും. പഴയ നിയമത്തിൽ കാണുന്നതിനെല്ലാം പുതിയ നിയമത്തിൽ പ്രതിബിംബിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ, ആദത്തെ പഴയ നിയമത്തിൽ കാണുമ്പോൾ പുതിയ നിയമത്തിൽ ആദം ഉണ്ട്. ആരാണ് ആദം? അത് പുതിയ ആദം, ഈശോ മിശിഹായ. പഴയ നിയമത്തിൽ ഹവ്വായെ കാണുമ്പോൾ പുതിയ നിയമത്തിലും കാണാൻ സാധിക്കും ആ ഹവ്വായുടെ പൂർണ്ണത. അതാണ് ടൈപ്പ് ആൻഡ് ആന്റി ടൈപ്പ് എന്ന് പറയും. ബിംബവും പ്രതിബിംബവുമാണ്. മോശയെ കാണുമ്പോൾ പഴയ നിയമത്തിൽ മോശയെ കാണുമ്പോൾ പുതിയ നിയമത്തിൽ പുതിയ മോശയായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ വ്യക്തികള്, സംഭവങ്ങൾ, വസ്തുക്കൾ ഒക്കെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈശോയുടെ വിശാരോഹണമാണ്. പാറയിൽ അടിച്ചപ്പോൾ വെള്ളം വന്നു, ഹൈക്കുന്നതിന് എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ താഴ്ത്ത്. അപ്പൊ പഴയ നിയമത്തിൽ മുഴുവനും പുതിയ നിയമത്തിലെ കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു എന്നുള്ള ഒരു വ്യാഖ്യാന രീതിയാണ്. അതാണ് ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ. നമ്മുടെ കുർബാനയിൽ അതുകൊണ്ടാണ് 4 വായനകൾ വായിക്കുന്നത്. നമ്മുടെ കുർബാനയിൽ മാത്രമല്ല, പ്രത്യേകത 4 വായനകൾ. ആ വായിക്കുന്നതിന്റെ ക്രമമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും തിരുലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇപ്പൊ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മോശയുടെ പുസ്തകങ്ങൾ, 5 പുസ്തകങ്ങൾ, പ്രവാചകന്മാരുടെ വലുതും ചെറുതുമായ പ്രവാചകന്മാർ, ഇതെല്ലാം തിരുലിഖിതത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഈ മോശയുടെ പുസ്തകമാണ് ആദ്യം വായിക്കുന്നത്. ആദ്യം നിയമഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കും, അതിനെ കെരിയാനെന്ന് പറയും. രണ്ടാമത്തേത് പ്രവചന ഗ്രന്ഥങ്ങൾ എന്നാണ് വായിക്കുന്നത്. ഈശോയിൽ പൂർത്തിയാകുന്ന കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിയമഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത് പൂർത്തിയാകുന്നത് സുവിശേഷത്തിലാണ്. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ വായനയുടെ ഒരു യുക്തി. അതാണ് അനംനെറ്റിക് റീഡിംഗ് എന്ന് പറയും. കർത്താവിന്റെ ചരിത്രപരമായ രക്ഷാചരിത്രപരമായ കാര്യങ്ങൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ട് അത് പുതിയ നിയമത്തിൽ പൂർത്തിയാകുന്നു എന്ന് വായിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാർ എപ്പോഴും ആഹ്വാനങ്ങളും തിരുത്തൽ ശക്തികളുമാണ്. അത് ആഹ്വാനങ്ങളെല്ലാം പൂർത്തിയാകുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലാണ്. അങ്ങനെയാണ് ആ വായനയുടെ ക്രമം. ഈ 4 വായനകൾ വായിക്കുമ്പോഴാണ് ഞായറാഴ്ച ഈ 4 ചിലർ ചോദിക്കുന്നത് ഈ 4 വായനയൊക്കെ വായിക്കും, ഒരു വായന വായിച്ചാൽ പോലും. അപ്പോൾ ഈശോ തന്നെ പഠിപ്പിച്ച ഒരു വായനയുടെ ഒരു പരിശീലന കളർ, ഒരു പെഡഗോജി എന്ന് പറയും, ഒരു പരിശീലനമാണ്. അപ്പോൾ വായിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഓർഡറിലാണ് ഈ 4 വായനകൾ. അപ്പൊ പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിൽ കാണുന്ന പല ബിംബങ്ങളും മറിയത്തിൽ പൂർത്തിയാകുന്നു എന്ന് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ മറിയത്തിൽ വചനം എങ്ങനെയായിരുന്നു? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിൽ വചനം 100 മേനി വിളവ് നൽകി എന്നുള്ളതാണ്. മാതാവിന്റെ ഹൃദയത്തിൽ വീണ വചനം ആ പക്ഷികൾ കൊണ്ടുപോയില്ല, അത് ഉണങ്ങിപ്പോയില്ല, അത് 100 മുള്ളുകളിൽ ഞെരുക്കിയില്ല, 100 മേനി ഫലം ചെയ്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ കേൾക്കുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അത് മറിയത്തെ കുറിച്ചുള്ള സൂചനയാണ്. വചനം മാംസമായി, വചനം കേട്ട് ആ വചനം മാംസമായി വസിച്ചു എന്നുള്ളതാണ് യോഹന്നാൻ പറയുന്നത്. കന്യാമറിയത്തിൽ വചനം എങ്ങനെയാണ് മാതാവ് സ്വീകരിക്കുന്നത്? വചനം സ്വീകരിക്കുന്നത് മാതാവ് പൂർണ്ണമായും സ്വീകരിച്ചെന്നാണ്.
അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, ആ വിശുദ്ധൻ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം കാണുന്ന വിശുദ്ധനാണ്. അദ്ദേഹം പറയുന്നത് the true seed of David and the Holy Spirit conceived in her. അപ്പോൾ മാതാവിൽ ദാവീദിന്റെ ആ സന്തതി വിശുദ്ധാത്മാവിനാൽ മാതാവിൽ ഉരുവായി. ആ വചനത്താലാണ് ഉരുവായി എന്നാണ് പറയുന്നത്. വചനത്താൽ ഉരുവായി. വിശുദ്ധ ജസ്റ്റിൻ, രക്തസാക്ഷിയായ ജസ്റ്റിൻ ദ മാർട്ടിയർ എന്ന് പറയുന്ന ആള് റോമിൽ 165 രക്തസാക്ഷിയായ ക്രിസ്തീയ തത്വചിന്തകനാണ്. അദ്ദേഹം പറയുന്നത് വചനത്തിന്റെ മഹാശ്രോതാവാണ് മറിയം. മറിയം കേട്ടതുപോലെ വചനം ഇത്ര വ്യക്തമായി കേട്ട ആളുകളില്ല. 1-ാം നൂറ്റാണ്ടിൽ, അതായത് ബൈബിള് ക്രോഡീകരിച്ച് പുസ്തകമാക്കി സഭ അംഗീകരിക്കുന്നതിന് മുമ്പ് പറയുന്ന കാര്യമാണ്. അപ്പോൾ വചനത്തിന്റെ വലിയ മഹാശ്രോതാവാണ് നമ്മുടെ സുറിയാനി സഭാപിതാവായ മാർ അപ്രയും. അദ്ദേഹം പറയുന്നത് thunder entered Mary and became silent. ഇടിമുഴക്കത്തിന്റെ സ്വരത്തിലാണ് പഴയ നിയമത്തിൽ ദൈവവചനം കേട്ടിരുന്നത്. thunder, ഇടിമുഴക്കമാണ്. മാതാവിലെ ഇടിമുഴക്കം കയറി പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഇടിമുഴക്കം നിശബ്ദതയായി മാറി. ഉരുവായി കുഞ്ഞായിട്ട് ആ ഉദരത്തിൽ ഉരുവാവുകയാണ് ഇടിമുഴക്കം. അതുപോലെ തന്നെ ആ വലിയ ഇടിമുഴക്കം നിശബ്ദയായതുപോലെ തന്നെ സർവശക്തൻ അവളിൽ ഇറങ്ങി വന്നു ചെറുതായി വസിച്ചു. സർവശക്തനായ പുത്രൻ തമ്പുരാൻ അവളിൽ ചെറുതായി. ഇതിനു വേണ്ടിയാണ് മനുഷ്യവർഗത്തെ മുഴുവൻ വലുതാക്കാൻ വേണ്ടി. ആണ് കവിയായ ഈ കവിയും ദൈവശാസ്ത്രജ്ഞനുമാണ്, ദൈവശാസ്ത്ര കവിയാണ് അപ്രയം. മനുഷ്യവർഗത്തെ വലുതാക്കാൻ വേണ്ടിയാണ് അവൻ ചെറുതായത്. ദൈവത്തിന്റെ സ്വരം നേരെ കേട്ട മനുഷ്യൻ ആ ഇടിമുഴക്കമാണ് താങ്ങാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവൻ മനുഷ്യനായി തീരുന്നത്. അപ്പൊ അങ്ങനെ മാതാവിൽ അവളിൽ അങ്ങനെ ദൈവവചനം സ്വീകരിച്ചു എന്നുള്ളതാണ്. അവൾ ദൈവവചനം ഉൾക്കൊള്ളുന്ന സംശുദ്ധ പാത്രമായി, പ്യുവർ വെസൽ, ദൈവവചനം സ്വീകരിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ പാത്രമായി മറിയം തീർന്നതാണ്. സഭാപിതാവായ മാർ അഗസ്റ്റിൻ പറയുന്നത് ആദ്യം മറിയം തന്റെ ഹൃദയത്തിലാണ് ഈശോയെ ഗർഭം ധരിച്ചത്. വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു. അങ്ങനെ അവൾ വിശ്വസിച്ചു. ആ ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷമാണ് ഇവിടെ ഉദരത്തിൽ സ്വീകരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം, ആ വചനത്തോടുള്ള ആ തുറവ്, വചനം കേട്ട് അങ്ങനെ വചനം ഉൾക്കൊണ്ടു. അങ്ങനെയാണ് ആ വചനം. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഈശോയെ കുറിച്ച് ഈശോയെ പറയുന്നുണ്ടല്ലോ, ആരാണ് എന്റെ അമ്മ, എന്റെ സഹോദരൻ. അതിന് ഈശോ ലോക 8:21 വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത് മാതാവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈശോ പറയുന്നതാണെന്നാണ്. അതായത് വചനം കേൾക്കുകയും അത് പ്രവർത്തിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. മാതാവിനെ അഭിനന്ദിക്കുന്ന വാക്കായിട്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. അപ്പൊ വചനം കേട്ട് ആ വചനം അനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. അങ്ങനെ വചനം അനുസരിച്ച ആളാണ്. അത് നമുക്ക് വലിയൊരു മാതൃകയാണ്. വചനം നമ്മൾ കേൾക്കണം. യാക്കോബിന്റെ സുവിശേഷം ജെയിംസ് 1:22 അവിടെ പറയുന്നുണ്ട്, വചനം ഒരു മിററാണ്, ഒരു കണ്ണാടിയാണ്. ആരെങ്കിലും കണ്ണാടികൾ നോക്കിയിട്ട് വെറുതെ പോകുമോ? കണ്ണാടി നോക്കിയിട്ട് മുഖം എങ്ങനെ ഇരിക്കും നോക്കിയിട്ടല്ലേ പോവുകയുള്ളൂ. ഇതുപോലെ വചനത്തിൽ നോക്കി നമ്മൾ ആരായിരിക്കുന്നു മനസ്സിലാക്കി നമ്മെ തന്നെ മാറ്റിയെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കണ്ണാടിയിൽ നോക്കിയിട്ട് വെറുതെ പോകുന്നവരെ പോലെ ആകരുത്. നമ്മൾ വചനത്തിന്റെ വെറും ശ്രോതാക്കളായി മാറാതെ കർമ്മനിരതരായ വചനം കർമ്മനിരതമായി സ്വീകരിക്കുന്നവരായി തീരണമെന്നാണ്. അപ്പൊ മറന്നു പോകുന്ന കേൾവിക്കാരാകരുത്. വചനം ഉള്ളിൽ അവിടെ കിടക്കണം. അവിടെ കിടന്ന് ആ വചനം പാകമായി അത് വചനം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അതുകൊണ്ട് വചനത്തിന്റെ വെറും ശ്രോതാവാകരുത്, കേൾക്കുന്നവരാ മാത്രമാകരുത്. വാസ്തവത്തെ കേൾക്കുക എന്ന വാക്ക് തന്നെ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത്, കേൾക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഔദീരെ എന്നാണ്. ലാത്തിൻ ഭാഷയിൽ ഔദീരെ, കേൾക്കുക, ശ്രദ്ധിക്കുക എന്നാണ്. പക്ഷെ വാക്കിന്റെ അർത്ഥം അബ് ഔദീരെ, അതിൽ നിന്നാണ് ഒബിദീരെ എന്ന വാക്കുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന വാക്കുണ്ടാകുന്നത് ഈ കേൾക്കുകയിൽ നിന്നാണെന്നാണ് അദ്ദേഹം ലത്തീൻ ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നത്. ലത്തീൻ ഭാഷയുടെ ആവശ്യമില്ല. പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ പറഞ്ഞ കേൾക്കാത്തവരാണോ എന്ന് അർത്ഥം എന്താ? അപ്പൊ പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറും കേൾവിയല്ല, അനുസരിക്കുന്നവരെയാണ് പറയുന്നത്, പറഞ്ഞാൽ കേൾക്കുന്നവർ. അപ്പൊ മറിയം കേൾക്കുന്നവരാണ്. മറിയത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് കേൾക്കുന്ന ഹൃദയമായിരുന്നു. കേൾക്കുന്ന ഹൃദയം, മറ്റുള്ളവരെ കേൾക്കുക, ദൈവത്തെ കൂടുതലായി കേൾക്കുന്നതായിട്ട് ഭാവിക്കുകയല്ല, കേൾക്കുക, ഉള്ളിൽ അത് കേൾക്കണം. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം അവനെ കേട്ടു. പഴയ ദൈവത്തിലെ ഒരു വാക്ക് തന്നെയുണ്ട്, ആവർത്തിക്കുക, ക്ഷമാ ഇസ്രായേലേ കേൾക്കുക, എന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആവർത്തിക്കുന്ന വാക്കാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് കേൾക്കുക. അതിൽ നിന്നാണ് നമ്മൾ സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുമെന്ന് പറയുന്നത്. സുവിശേഷം ശ്രദ്ധാപൂർവം കേൾക്കുവിൻ. ആ ശ്രദ്ധാപൂർവം ശ്രവിക്കാം എന്ന് പറയുന്നത് ആ കേൾവിയാണ്, ആ ദിവ്യമായ ഒരു കേൾവി. വെറുതെ കേട്ടാൽ പോരാ. അതുകൊണ്ടാണ് കന്യാമറിയം പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ടും നിറവേറുവാൻ വേണ്ടി ഞാനൊരു ദാസിയായി മാറി
ഒരു അടിമയെന്നാണ് പഴയ മലയാളത്തിലൊക്കെ പറയുന്നത്. അഞ്ചില്ല എന്നുള്ള വാക്ക് ലിറ്റിനിൽ ദാസി, ഞാൻ കർത്താവിന്റെ ദാസിയാണ്. അപ്പോഴാണ് ഇൻകാർണേഷൻ സംഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങുന്നത് പഴയ നിയമത്തിലെ 1-ാം അധ്യായം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ വാക്ക് അത് ഉപയോഗിച്ചുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനമാവും ദൈവം. ആ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടാരമടിച്ചു എന്ന് പറഞ്ഞ വചനം മാംസമായി. വചനം ആരാണ്? വിശ്വസിക്കുക തന്നെയാണ് വചനം. വചനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബൈബിൾ ആണെന്ന് വിചാരിക്കും. വചനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ബൈബിൾ, എഴുതപ്പെട്ട ഭാഗം മാത്രമാണ്. വിശ്വസിക്കുകയാണ് വചനം. എഴുതാനും തീരുന്നതല്ല, എഴുതാൻ മാത്രം അതിനപ്പുറമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അവസാനിക്ക് 20-ാം അധ്യായം 30-ാം പറയുന്നുണ്ട്, ഈശോ ഈ പുസ്തകത്തിൽ എഴുതിനേക്കാൾ അനേകം അടയാളങ്ങൾ ഈശോ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുതാൻ ശ്രമിച്ചാൽ അതിനുള്ള ഗ്രന്ഥങ്ങൾ മതിയാവുകയില്ല, എഴുതാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹം 21-ാം അധ്യായം 25-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഈശോ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എഴുതാൻ മാത്രമുള്ള ലോകം മുഴുവൻ നിറഞ്ഞു പോകുമ്പോൾ എഴുതിയ അത്ര കാര്യങ്ങളുണ്ട്. അപ്പം ഈ എഴുതപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ അത് സഭയിലൂടെ, വിശ്വാസികളുടെ സമൂഹത്തിലൂടെ, വിശ്വാസത്തിന്റെ ഓർമ്മയിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ തുടരുന്നു. അതാണ് ദൈവിക പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും വചനം മൂലമോ കത്ത് മൂലമോ ഞാൻ നിങ്ങൾക്ക് നൽകിയ പാരമ്പര്യങ്ങൾ പിന്തുടരുമെന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. അപ്പൊ ദൈവവചനം, കർത്താവിന്റെ ആ വചനം പൂർണ്ണമായും മറിയം സ്വീകരിച്ചു. വചനം നിറഞ്ഞൊരു ജീവിതമാണ് മറിയത്തിന്റെ ജീവിതം. പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാതാവിന്റെ മാഗ്നിഫിക്കാ കൃതജ്ഞതാ സ്തോത്ര ഗീതം, ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്ന കൃതജ്ഞതാ സ്തോത്ര ഗീതം. ആ കൃതജ്ഞതാ സ്തോത്ര ഗീതത്തില് ഒരുപാട് പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മറിയം പാടുന്നത്. വാസ്തവത്തിൽ ആദിമ സഭയുടെ ഒരു ആരാധനാക്രമ ഗീതമായിരുന്നു വിശുദ്ധ ലൂക്ക. അങ്ങനെയാണ് ബൈബിളിൽ അത് പ്രവേശിപ്പിച്ചത്. ഈ മാതാവിന്റെ പാട്ട് പഴയ നിയമത്തിലെ ഹന്നയുടെ പാട്ട് 1 സാമുവേൽ 2:1 മുതൽ 10 വരെ. അതുപോലെ തന്നെ 50-ാം വാക്യം സങ്കീർത്തനം 103:17. അതുപോലെ തന്നെ 17 മുതൽ 38 വരെയുള്ള അങ്ങനെ 17 മുതൽ 35 വരെ പഴയ നിയമ സൂചനകൾ, പഴയ നിയമ ബൈബിൾ വാക്യങ്ങൾ ഈ ഒരു ചെറിയ ഗീതത്തിൽ ഒളിഞ്ഞിട്ട്. അപ്പൊ മാതാവിന്റെ ഒരു ബിബ്ലിക്കൽ ലിറ്ററസി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിൾ സാക്ഷരത. ബൈബിൾ നന്നായിട്ട് അറിയാൻ പറ്റുന്ന കഴിവാണ്, ബൈബിൾ അറിയുന്ന കഴിവാണ്. സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അന്ന് വലിയ ബൈബിളും വലിയ പുസ്തകമായിട്ടില്ലെങ്കിലും സുറിയാനി ക്രിസ്ത്യാനി അതിന്റെ അമ്മമാര് ബൈബിൾ വാക്യങ്ങൾ അറിയാമായിരുന്നവരായിരുന്നു എന്നാണ് പറയുന്നത്. പഴയ കാലത്തെ ആളുകൾ പാട്ടുകളിലൂടെയും പള്ളി കേൾക്കുന്നതിലൂടെയും ഒക്കെ. ആന്ത്രപ്പോളജി ഓഫ് ദ സിറിയൻ ക്രിസ്ത്യൻസ് എന്നുള്ള പുസ്തകത്തില് അനന്തകൃഷ്ണ അയ്യർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബൈബിൾ അറിയാം, ബൈബിൾ സാക്ഷരതയുള്ളവരായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ കയ്യിലുണ്ടെങ്കിലും ആ ബൈബിൾ സാക്ഷരത, ബൈബിളിലെ ഏത് വാക്യങ്ങളും എവിടെയൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് വാക്യം അധ്യായമായിട്ട് തിരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ ബൈബിളിനോടുള്ള പരിചയം പരിശുദ്ധ കന്യാമറിയത്തിലുണ്ട്. അത് വളരെ വ്യക്തമാണ്. വചനം നിറഞ്ഞ, വചനം തുളുമ്പി നിൽക്കുന്ന ഗീതം മാതാവ് പാടുന്നു. അതിന്റെ അർത്ഥം മാതാവിന്റെ ഹൃദയത്തിൽ ദൈവവചനം നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ഈ മാഗ്നിഫിക്കാത്ത് എന്ന് പറയുന്നത്. അതായത് മാതാവിന്റെ കൃതജ്ഞതാ സ്തോത്ര ഗീതം. അവിടെ മാതാവിനെ അതുകൊണ്ട് ഫലസമൃദ്ധിയുടെ അടയാളമായിട്ട് ആഘോഷിക്കാറുണ്ട്. വചനത്തിന്റെ ഫലസമൃദ്ധി. മെയ് 15-ാം തീയതി ഒരു തിരുനാളുണ്ട്. ആ തിരുനാളാണ് കതിരുകളുടെ നാഥയായ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കതിരുകൾ. അത് വിളവ് കൊയ്യുമ്പോൾ അതിന്റെ നാഥയായ മറിയം, ഫലസമൃദ്ധമായൊരു വയലാണ് പരിശുദ്ധ കന്യാമറിയം എന്നാണ് മാർ അപ്രയം പിതാവ് പറഞ്ഞത്. അവളുടെ ഉദരം ഒരു പരിശുദ്ധമായ വയലാണ്. ദൈവിക ഗോതമ്പ് മണി സ്വീകരിച്ച് ഈശോയെ അവൾ പ്രദാനം ചെയ്തു എന്നാണ്. മറിയത്തെ ഒരു ഫെർട്ടിലിറ്റിയുടെ, സമൃദ്ധിയുടെ പ്രതീകമായിട്ട് നമ്മളുടെ സമൂഹത്തില് സുറിയാനി പ്രത്യേകിച്ച് പുരാതന ദേവാലയങ്ങൾ, പ്രത്യേകിച്ച് ഈ വയലുകളുടെ അടുത്ത്, നെൽവയലുകളുടെ അടുത്തുള്ള ദേവാലയങ്ങളെല്ലാം മരിയൻ ദേവാലയങ്ങളാണ്, സെന്റ് മേരീസ് പള്ളികളാണ്. ഫെർട്ടിലിറ്റിയുടെ അടയാളമായിട്ടാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ മാതാവിനോടുള്ള വലിയ ഭക്തിയാണ്. വിളവെടുപ്പോടനുബന്ധിച്ചുള്ള തിരുനാളുകൾ, ഈ ഓഗസ്റ്റ് 15 തിരുനാൾ, അത് നമ്മുടെ നാട്ടിലധികം വിളവെടുപ്പിലേക്ക് തന്നെയും ഓണത്തിന് ഒരുക്കമായിട്ടുള്ള കൃഷി വിളവെടുപ്പൊക്കെ അടുത്ത് വരുമെന്ന് പറയാൻ സാധിക്കും. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഈ സമ്മർ ഹാർവെസ്റ്റിന്റെ സമയമാണ്. അതായത് ഗോതമ്പ് ശേഖരിക്കുന്നത്, വിളവ് ശേഖരിക്കുന്നത്, കതിരുകൾ. അപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ ഒരു ഗട്ട പോലെ കെട്ടി അവിടെ കൊണ്ടുപോയി പള്ളികളിൽ സമർപ്പിക്കുന്ന രീതികൾ ജർമ്മനിയിലൊക്കെയുള്ള പള്ളികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ അത് കതിര് സ്വീകരിക്കുന്ന, കതിരിന്റെ, അതുപോലെ സെപ്റ്റംബർ 8-ാം തീയതിയാണ് മുന്തിരി ശേഖരിക്കുന്ന അതിന്റെ ഒരു ആഘോഷം നടക്കുന്നത്. നമുക്ക് സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന്റെ ജന്മതിരുനാളിലാണ്. അപ്പോൾ ഇറ്റലിയിലൊക്കെ വെന്തേമിയ എന്ന് പറയും. അതായത് ഈ മുന്തിരിക്കൊലകൾ അത് പറിച്ചെടുത്ത് അത് സംസ്കരിച്ചെടുക്കുന്ന, അതിന്റെ ശേഖരിക്കുന്ന അവസരമാണ് സമ്മർ ഹാർവസ്റ്റ്. അപ്പൊ അതിന്റെ തിരുനാളുകൂടെ തന്നെയാണ്, അതിന്റെ അവസാന ഭാഗമാണ്.
തിരുനാളാണ്. അതിൽ വിതയ്ക്കുന്ന തിരുനാളാണ് ജനുവരി 15-ാം തീയതി. ഇതെല്ലാം മറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. കന്യാമറിയം സമൃദ്ധിയുടെ ഒരു ആളാണ്. ഈ ഫലമൂലാദികളുടെ സമൃദ്ധി മാത്രമല്ല, പുരാതന സുറിയാനി ക്രൈസ്തവ സമൂഹത്തിൽ ഒരാൾ ഗർഭവതിയായാൽ 6 മാസം വീട്ടിലൊക്കെ 6 മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ മാതാവിന്റെ പള്ളികളിൽ സന്ദർശിച്ചിരുന്നു എന്നാണ് പഴയ കാലത്തെ ഒരു പാരമ്പര്യം. നിങ്ങളുടെ പഴയ ആളുകളുടെ ഓർമ്മയുണ്ടെങ്കിൽ പഴയ വല്യമ്മമാരൊക്കെ പറഞ്ഞു വിടും. ആദ്യത്തെ 6 മാസങ്ങളിൽ പരിശുദ്ധ മാതാവിന്റെ പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. കാരണം ആ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി. അങ്ങനെ മാതാവ് സമൃദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കുന്ന ആളാണെന്നുള്ളതിന്റെ വലിയൊരു സൂചന നമ്മുടെ പാരമ്പര്യവും അത് തന്നെയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ ജീവിതം ഫലം നൽകുന്ന വചനത്തിന്റെ ഫലം നൽകി എന്നുള്ളതാണ്. വചനമാകുന്ന ഈശോയെ നൽകി ദൈവജനം അറിയാവുന്ന വ്യക്തി. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തില് 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതി. അപ്പം മാതാവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കാണെന്നാണ് ബ്രദർ ജോസഫ് ക്രിസ്ത്യൻ പറയുന്നത്. അപ്പൊ മാതാവ് വചനം കേട്ടു. രണ്ടാമത് മാതാവ് വചനം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 2:5 ആ വീഞ്ഞു തീർന്നു പോയപ്പോൾ പറയുന്നതാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ഈശോ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ വചനം നിങ്ങൾ കേൾക്കുവിൻ, വചനം അനുസരിച്ച് ജീവിക്കുവിൻ. വചനം അപ്പൊ ഓരോ സമയത്ത് ഈശോ പറയും. അപ്പൊ അവിടെ ഈശോ പറഞ്ഞതുപോലെ അവർ ചെയ്തു. 6 കൽപ്പനകൾ വെള്ളം നിറച്ചു. അവർ 12 കൽപ്പന അനുസരിച്ചെങ്കിൽ അത്രയും കിട്ടിയായിരുന്നു. അവരത്രയും പ്രതീക്ഷിച്ചില്ലായിരിക്കും. ഏതായാലും 6 കൽപ്പനകൾ, എത്ര കൽപ്പനയുണ്ട് അത്രയും നിറയ്ക്കാമായിരുന്നു. ഏതായാലും കർത്താവ് അത്ഭുതം പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ വചനം കേൾക്കുന്നവരാകണം. ആദ്യ മാതാവ് ഹവ്വ വചനം കേട്ടില്ല. ദൈവത്തിന്റെ വചനം കേട്ടെങ്കിലും അത് കള്ളം കൊണ്ടുപോയി, പിശാചിന്റെ വാക്ക് കേട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾ പിശാചിന്റെ കേട്ടതുകൊണ്ട് അവൾക്ക് പതനമുണ്ടായി. ഇന്നത്തെ ലോകം ദൈവവചനം കേൾക്കുന്ന ഒരു ലോകമാണോ? ദൈവവചനം ഇത്തിരി കേൾക്കുന്നവരുണ്ട്. പക്ഷെ ദൈവവചനത്തെക്കാൾ ഉപരി മറ്റു വാക്കുകൾ, മറ്റു സ്വരങ്ങളാണ് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ലോകത്തിൽ. പരസ്യ കമ്പനികളുടെ കൂട്ടുകാരുടെ സമ്മർദ്ദം, അങ്ങനെയൊക്കെയുള്ള ലോകത്തിലെ മറ്റ് വാക്കുകളുടെ ശബ്ദപ്രളയത്തിനിടയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മന്ത്രസ്വരം നമ്മൾ കേൾക്കുന്നില്ല. കേൾക്കാൻ സമയം കിട്ടുന്നില്ല. ദൈവവചനം വായിക്കുന്നില്ല. പള്ളിയിൽ വായിച്ചാലും ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെ മാതാവ് ഈ ഔവായുടെ ഒരു എതിർപ്പദമാണ്. ഈവെന്ന് എഴുതുന്ന ഈ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആവേ മരിയ. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആണെന്ന് ആദ്യം കണ്ടുപിടിച്ച ആള് സെന്റ് ഇരണീയോസ്. ഹവ്വായുടെ കുരുക്ക് അഴിച്ചവളാണ് മാതാവെന്ന് പറഞ്ഞു. അപ്പം മാതാവ് വചനം പൂർണ്ണമായി കേട്ടു. നമ്മൾ ഇതുപോലെ തന്നെ വചനം കേൾക്കുന്നവരായി തീരണം. സഭയിൽ വചനം കേൾക്കുന്ന ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പാരമ്പര്യമാണ് ലക്ഷ്യോ ദിവീന, ദൈവിക വചനശ്രവണം എന്ന് പറയും. അത് ആദിമകാല സന്യാസ സഭകളിൽ, പ്രത്യേകിച്ച് സെന്റ് ബെനഡിക്റ്റിന്റെ സഭയിൽ ആരംഭിച്ചതാണ്. വചനം കേൾക്കണം. 4 തലങ്ങളിലൂടെയാണ്. ഒന്ന് ലക്ഷ്യോ, വായിച്ച് കേൾക്കണം. സ്വന്തം സ്വയം വായിച്ചോ മറ്റുള്ളവർ വായിച്ചോ കേൾക്കണം. രണ്ടാമത്തേതാണ് മെഡിറ്റാസിയോ, ആ വചനം നമ്മൾ ധ്യാനിക്കണം. അത് കേട്ടവർക്ക് മനസ്സിൽ കിടക്കണം. മൂന്നാമത്തേതാണ് ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വചനം കേട്ടു, ധ്യാനിച്ചു, ആ വചനം വെച്ച് പ്രാർത്ഥിക്കണം. അവസാനത്തേതാണ് കണ്ടംപ്ലാസിയോ, ധ്യാനിക്കണം. ഈ വചനം, ഓരോ വചനവും ഈടറ്റ ദൈവിക രത്നങ്ങളാണ്. അത് കേട്ട് സ്വീകരിച്ച്, അത് ധ്യാനിച്ച്, പ്രാർത്ഥിച്ച്, അത് കണ്ടംപ്ലേറ്റ്, ധ്യാനിക്കും. അങ്ങനെയാണ് വചന വായന. ദൈ വെർബും എന്നുള്ള ഒരു കഥയുടെ പ്രബോധനം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, പ്രമാണരേഖകളിലൊന്നാണ് ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ. അതിന്റെ പേര് ദൈവ വെർബം എന്നാണ്. ദൈവവചനം എന്നാണ് അതിന്റെ പേര്. ദൈവാവിഷ്കരണം എന്നാണ് സാധാരണ കാണാറുള്ളത്, പുസ്തകത്തിലൊക്കെ അടിക്കുന്നത്. പക്ഷെ ദൈവ വചനം, അതിൽ 25-ാം ഖണ്ഡികയിൽ പറയുന്നത് വിശ്വാസികൾ വചനം കേൾക്കണം. അതുപോലെ പള്ളിയിൽ പ്രസംഗിക്കുന്ന വൈദികർ ആന്തരികമായി വചനം കേൾക്കാതെ ഉപരിപ്ലവ പ്രഭാഷകരാകരുതെന്ന് പറയുന്നുണ്ട്. ആന്തരികമായ വചനം കേട്ടിട്ട് വേണം പ്രസംഗിക്കുന്നവർ, വൈദികർ മാത്രമല്ല മറ്റുള്ള പ്രസംഗിക്കുന്നവരൊക്കെ വചനം ആന്തരികമായി കേൾക്കണം. സഭയുടെ ഔദ്യോഗികമായ പ്രബോധനമാണ്, വചനം കേൾക്കണം. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത, മിശിഹായെക്കുറിച്ച് തന്നെയുള്ള അജ്ഞതയാണെന്ന് സെന്റ് അഗസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വചനം കേൾക്കണം. എങ്ങനെയൊക്കെ കേൾക്കണം? അതാണ് വളരെ ശ്രദ്ധേയമായത്. വിശുദ്ധ വചനം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ആരാധനക്രമങ്ങളിലൂടെയോ ഭക്തപാരായണത്തിലൂടെ വഴിയോ വചനം കേൾക്കണം. അത് വചനം എവിടെയൊക്കെയാണ്? ബൈബിളിൽ ഉണ്ട് വചനം, തീർച്ചയായും ബൈബിളിൽ മാത്രമല്ല. അപ്പൊ നമ്മുടെ യാമപ്രാർത്ഥന, ആ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അതെല്ലാം വചനങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനകളാണ്. കുർബാനയിലെ പ്രാർത്ഥനകൾ ഇതെല്ലാം വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ വചനം നിറഞ്ഞു നിൽക്കുന്ന ആരാധനക്രമങ്ങളിലൂടെ വചനം കേൾക്കണം. കുർബാനയിലെ പാട്ടുകളാകും, അതുപോലെ തന്നെ നമ്മളുടെ യാമപ്രാർത്ഥനയിലെ പല ഗീതങ്ങളും
വചനം നിറഞ്ഞു നിൽക്കുന്ന ഗീതങ്ങളാണ്, പാട്ടുകൾ. അതിലൂടെ കേൾക്കണം. അങ്ങനെ നമ്മൾ വചനം കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണമെന്നാണ് വിശുദ്ധ ഇരമ്യാസ് പറയുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, പക്ഷെ ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനത്തിലൂടെയാണ്. അപ്പൊ ഒരു പ്രാർത്ഥന ഒരു ഡയലോഗാണ്, സംഭാഷണമാണ്. അതങ്ങനെ ആയിരിക്കണമെന്നാണ്. അതുകൊണ്ട് വചനം എന്ന് പറയുന്ന ജീവിക്കുന്ന ഒന്നാണ്. വെർബം ഡോമിനി എന്നുള്ള സഭയുടെ ബെനഡിക്ട് മാർപ്പാപ്പായുടെ ബൈബിളിനെ കുറിച്ചുള്ള പ്രബോധന രേഖയാണ്. അതിൽ പറയുന്നുണ്ട്, വചനം പഴയ ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്നത്, ജീവിക്കുന്ന വചനമാണ്. വചനം ജീവിക്കുന്ന വചനമാണ്. അതുകൊണ്ട് ആ വചനത്തെ മനസ്സിലാക്കണം. വചനത്തിന്റെ മാതാവ് കന്യാമറിയം ആനന്ദത്തിന്റെ മാതാവ് കൂടിയാണെന്ന് ആ രേഖയെ പറയുന്നുണ്ട്. വചനം കേൾക്കുക മാത്രമല്ല, വചനത്തിന്റെ മാതാവ് മാത്രമല്ല, വചനത്തിന്റെ അത് കേട്ട് ആനന്ദിക്കുന്ന ഒരു മാതാവാണ്. കർത്താവ് അരുളി ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, വചനം കേട്ട് ആനന്ദിക്കുന്നവൾ ഭാഗ്യവതി എന്ന്. അപ്പോൾ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. ആദിമസഭയുടെ മറ്റൊരു പ്രാർത്ഥന വചന ഉപയോഗ രീതിയാണ് ആന്റി റേസിസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് AD 399 കാലം ചെയ്ത എവാഗ്രിയോസ് എന്ന് പറഞ്ഞ സഭാപിതാവ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈശോയുടെ തന്നെ ഒരു രീതിയാണ്. അതായത് എവാഗ്രിയോസ് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റായ ഒരു പ്രലോഭനം ഉണ്ടായി, തെറ്റായ ഒരു ചിന്തയുണ്ടായി, തെറ്റ് ചെയ്യണം ചിന്തിച്ചാൽ ഉടൻ തന്നെ അതിനെ പ്രതിരോധിക്കുവാൻ വചനം ഉപയോഗിക്കണം. ഒരു വചനം. ഈശോയോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ഈ കല്ലുകൾ അപ്പമാക്കുക. അങ്ങനെ ഈശോ എന്ത് ചെയ്തു? ഒരു വചനം ഉപയോഗിച്ചു. അങ്ങനെ വചനം കൊണ്ട് പ്രതിരോധിക്കുക. അപ്പം വചനമാകുന്ന ആത്മാവിന്റെ വാൾ നിങ്ങൾ എടുക്കുവിൻ. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം. ഈ വാള്, വചനമാകുന്ന വാൾ, ഇരുതല വാളാണല്ലോ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഏത് കാര്യങ്ങൾ വന്നാലും അതിനെതിരായിട്ടുള്ള, ഏത് തിന്മയുടെ ശക്തികൾ വന്നാലും എതിരായിട്ടുള്ള ഒരു ബൈബിൾ വാക്യമുണ്ട്, എവിടെയുണ്ട്. പക്ഷെ അത് ബൈബിൾ ലിറ്ററസി ഉണ്ടായിരിക്കണം, വിശുദ്ധ ഗ്രന്ഥം അറിഞ്ഞിരിക്കണം. വിശുദ്ധ വാക്കുകൾ മിക്കവാറും നമുക്ക് അടിസ്ഥാന വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വചനം ഓർക്കുക, വചനം മനസ്സിലാക്കുക. അത് വചനം നമ്മളെ പ്രതിരോധിക്കുന്ന ഒരു വാളാണ്, തിന്മയുടെ ശക്തികളെ പ്രതിരോധിക്കുന്ന വാളാണ്. അങ്ങനെ നമ്മൾ പ്രതിരോധിക്കണമെന്നാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവ. ഭയങ്കര പ്രഖ്യാപനമാണ്. തുറന്നങ്ങ് പറയുകയാണ്. ഇത്രയും മനോഹരമായ വചനം പ്രസംഗിക്കുന്ന നിന്നെ പ്രസവിച്ച ആ ഉദരം എത്ര ഭാഗ്യം, നിന്നെ മുലകുടിപ്പിച്ച മുലകൾ എത്ര ഭാഗ്യം. ഉടനെ ഈശോ പറഞ്ഞ മറുപടി എന്താണ്? ഈശോ പറഞ്ഞു 11:28, ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ച് തന്നെ പറയുന്നു. ദൈവവചനം കേട്ടത് അനുസരിച്ചു. അതുകൊണ്ട് പിള്ളേരുള്ളവരെ, ദൈവവചനം കന്യാമറിയത്തിൽ അത് വീണ് പൂത്തുലഞ്ഞ് മാതാവ് വചനത്തിന്റെ മാതാവായി മാറി, അവതരത്തിന്റെ വചനമായി മാറി. കന്യാമറിയത്തെ പോലെ ഈ വചനം സ്വീകരിക്കുവാനും ആ വചനം പ്രായോഗികമാക്കുവാനും ആ വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി മാതാവിന്റെ മാസം യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു.